പകരം ഒരു വീപ്പക്കുറ്റി എടുത്തു വെച്ചിട്ട് ഒരു ജംഗ്ഷന്റെ മുഴുവൻ ജീവനാഡിയായിട്ട് അത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് മന്ത്രി മുമ്പോട്ട് വെച്ചിരിക്കുന്ന വികസനം എന്ന് പറയും. ഒരു കാഴ്ചപ്പാടുമില്ലാതെയാണ്. ആ 7 കിലോമീറ്റർ റോഡ് 70 കോടി രൂപ മുടക്കിയാണ് പണിഞ്ഞിരിക്കുന്നത്. നാഷണൽ ഹൈവേ 2 വരി പണിയാൻ വേണ്ടി കിലോമീറ്ററിന് 5 കോടിയേ ഉള്ളൂ. പക്ഷെ ഇത് 7 കിലോമീറ്റർ പണിയാൻ വേണ്ടിയിട്ട് 70 കോടി 10 കോടിയാണ് കിലോമീറ്ററിന് ചെലവാക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ വെറുതെ ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് നോക്കും. 2 സൈഡ് വാഹനങ്ങളുടെ പാർക്കിംഗാണ്. പാർക്കിങ്ങിനുള്ള സൗകര്യം പോലും ചെയ്തില്ല. പ്രധാനമന്ത്രി ഒരു യുവരാജാവിനെ തന്നെയാണ് ഈ മണ്ഡലത്തിലേക്ക് ഇറക്കിയിരിക്കുന്നത്. ഈ പേരിൽ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താണ് ആ ഒരു പേരും സംബന്ധിച്ച് അത്തരത്തിൽ അങ്ങനെ മറ്റു പാർട്ടിക്കാർ ഭയക്കുന്നതിന്റെ ഒരു കാരണം? എനിക്ക് തോന്നുന്നു എനിക്ക് അപരനെ ഇറക്കാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ പറ്റിയ അപരനെ ഒന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ പേരൊക്കെ മാറ്റിക്കാം എന്നുള്ളതായിരുന്നു എന്ന് തോന്നുന്നു അവര്. മാത്രമല്ല ഓൾറെഡി അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പേരാണത്. ഞാനത് ആഗ്രഹിച്ചതല്ലെങ്കിൽ പോലും അത് എസ്റ്റാബ്ലിഷ്ഡ് ആയി പോയ ഒരു പേരാണത്. ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, അബദ്ധം പറ്റിയതാണ്. പിന്നെ എനിക്കത് മാറ്റാൻ പറ്റാത്ത നിവൃത്തിയായിട്ടുണ്ട്. അത് ചില ഇന്റർവ്യൂസിലുണ്ട്. പമ്പ്രതയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ലൈവില് വടയാർസലിന്റെ ഇന്റർവ്യൂ 3 മാസം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിപ്പോയി. 10-18 വർഷമായിട്ട് എന്നെ മാധ്യമങ്ങളിൽ മുഴുവൻ അറിയപ്പെടുന്ന ആ പേരിലാണ്. പത്രമാധ്യമങ്ങൾ എന്റെ പേര് പ്രസിദ്ധീകരിച്ചാലും അങ്ങനെ തന്നെയാണ് അറിയുന്നത്. ചർച്ചകൾക്കിരിക്കുമ്പോൾ ആ പേരാണത്. അപ്പൊ ആ പേര് എസ്റ്റാബ്ലിഷ്ഡ് ആയി. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊരു തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്ന സമയത്ത് ചെമരെഴുത്തുകള്, ഫ്ലക്സ്, പോസ്റ്റർ എല്ലാ പേര് തന്നെ ഞാൻ ആദ്യമേ അന്വേഷിച്ചു. അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ലാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോയത്. അപ്പൊ വെറുതെ അവസാന നിമിഷം ജനാധിപത്യമല്ലേ, അതിനകത്ത് അവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ അവസാന നിമിഷം അങ്ങനെ ഒരു പ്രശ്നം കൊണ്ടിടുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. എനിക്കൊരു ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ആ ദേശീയ പുരസ്കാരം തന്നിരിക്കുന്നത് ആ പേരിലാണ്. അതിന്റെ ഒരു പെൻനെയിമാണ്. ഞാൻ പൊളിറ്റിക്സിലേക്ക് വരുന്നതിനോടൊപ്പം തന്നെ അതിനേക്കാൾ മുൻഗണന ഞാൻ ഒരു കാലഘട്ടത്തിലേക്ക് ആർട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്ത് ദേശീയ പുരസ്കാരം ലഭിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും പെൻനെയിം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഡയറക്ടർ കമലിന്റെ പേര് കമാലുദ്ദീൻ എന്നാണ്. എത്ര പേർക്കറിയാം? ദിലീപിന്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. പ്രേം നസീറിന്റെ പേര് മറ്റൊന്നാണ്. മമ്മൂട്ടിയുടെ പേര് മറ്റൊന്നാണ്. അപ്പൊ ഇത് കലാകാരന്മാർക്കാകുമ്പോൾ മറ്റു തരത്തിലുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവില്ല. അപ്പോൾ അത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയതുകൊണ്ടാണ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ആ സാധനത്തിന്, അല്ലെങ്കിൽ പൊളിറ്റിക്സിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആകുമ്പോൾ ആ പേര് തന്നെ നമുക്ക് ക്യാരി ഓവർ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതിലിങ്ങനൊരു പ്രശ്നം പ്രതീക്ഷിച്ചില്ല. അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു പേരിനെയാണോ ഭയം, അതോ ഈ ഒരു മുന്നണിയാണോ ഈ ഒരു പാർട്ടിക്കാർ ഭയപ്പെടുന്നത്? അല്ല, നമ്മളെ മൊത്തത്തിൽ അവരൊരു ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനകത്ത് അവർക്ക് എന്തിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നു അതിനെ മുഴുവൻ അറ്റാക്ക് ചെയ്യുന്നതാണ്. പേരെങ്കിൽ പേര്, അത്രേ ഉള്ളൂ. ഈ മണ്ഡലത്തിലെ വികസനങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് നമ്മുടെ ഇടതുമുന്നണി ഓരോ വീടുകളിലും കയറി ഇറങ്ങുന്നത്. അപ്പൊ എത്രത്തോളം ഇവിടെ ഒരു വികസനം താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? അല്ല, വികസനം നിങ്ങൾക്കിപ്പോ കണ്ടാൽ മനസ്സിലാവുമല്ലോ. കാരണം MC റോഡിനെയും നാഷണൽ ഹൈവേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. കേരളത്തിലെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് MC റോഡിനെയും നാഷണൽ ഹൈവേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. നിങ്ങൾ ആ ട്രാഫിക് സിഗ്നൽ കാണണം. വർക്ക് ചെയ്തിട്ട് എത്ര വർഷമായി നിങ്ങളൊന്ന് നോക്കണം. അവിടെ ഒരു വീപ്പക്കുറ്റി ഇരിപ്പുണ്ട്. ആ വീപ്പക്കുറ്റിയിൽ ചുറ്റിയാണ് ഈ പോത്തങ്കോട് ജംഗ്ഷന്റെ ഈ MC റോഡും നാഷണൽ ഹൈവേയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ജംഗ്ഷന്റെ മുഴുവൻ ട്രാഫിക് സംവിധാനം നിൽക്കുന്നത്. ആ വീപ്പക്കുറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വണ്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചു മരിക്കും. ശരിക്കും ഈ പോത്തങ്കോട് ജംഗ്ഷനെ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത് ആ വീപ്പക്കുറ്റിയാണ്. ആ വീപ്പക്കുറ്റി എന്ന് പറയുന്നത് നമ്മുടെ മന്ത്രിയുടെ മൊത്തം വികസനത്തിന്റെയും ഒരു സ്മാരകം പോലെ അവിടെ നിലനിൽക്കുകയാണ്. ഇതാണ് പോത്തങ്കോട് ജംഗ്ഷന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുണ്ട്. ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും വലിയ വലിയ കെട്ടിട സമുച്ചയങ്ങളും വരുന്നുണ്ട്. അവിടെ ഇപ്പോൾ വികസനം ഏതാണ്ട് ശ്വാസം മുട്ടുന്ന അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് മറ്റു പ്രദേശങ്ങളിലേക്ക്, ഭൂമി ഉള്ള സ്ഥലങ്ങളിലേക്ക് വേണം പുതിയ സംവിധാനങ്ങൾ വരാൻ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും IT കമ്പനീസും ഒക്കെ പണ്ടത്തേതിനേക്കാളും മാറി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇല്ലാത്തത് എന്താണ്? ഇല്ലാത്തത് ഭൂസ്വത്താണ്. അത് സിറ്റി മേഖലയിൽ ഇല്ല. അത് ഉള്ളത് എവിടെയാണ്? ഇപ്പൊ നിങ്ങൾ ഇതുവഴി കയറി കഴിഞ്ഞാൽ മാണിക്യ പഞ്ചായത്തിലേക്ക് എത്തും. മാണിക്യ പഞ്ചായത്തും പോത്തങ്കോട് ബോർഡർ വാവറമ്പലം വഴിയൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഭൂമി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള വികസന പദ്ധതികൾ വരേണ്ടത് അവിടേക്കാണ്. പക്ഷെ ഈ കണക്ടിവിറ്റി ഇതാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ ഇവിടേക്ക് കടന്നു വരുമോ? ഒരിക്കലും കടന്നു വരില്ല. പകരം ഒരു വീപ്പക്കുറ്റി എടുത്തു വെച്ചിട്ട് ഒരു ജംഗ്ഷന്റെ മുഴുവൻ ജീവനാഡിയായിട്ട് അത് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതാണ് മന്ത്രി മുമ്പോട്ട് വെച്ചിരിക്കുന്ന വികസനം എന്ന് പറയും. ഒരു കാഴ്ചപ്പാടുമില്ലാതെയാണ്.
ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ നിങ്ങൾ വന്ന സമയത്ത് 1-2 പേര് റോഡ് ക്രോസ് ചെയ്തതിന്റെ ട്രാഫിക്കാണ് ഇപ്പോൾ ഉണ്ടായത് നിങ്ങൾ കണ്ടത്. ഒരു ആംബുലൻസ് കടന്നു പോകുന്ന സമയത്ത് എന്താണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടാണ്. ഇത് ഏത് സിറ്റുവേഷനിലാണെന്ന് അറിയാമോ ഇപ്പൊ ഇങ്ങനെ നിൽക്കുന്നത്? നമ്മൾ 5 മണി ആയിട്ടില്ല. 5 മണിയാവുമ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അത് മാത്രവുമല്ല, അവിടെ വെഞ്ഞാറമൂട് ബൈപ്പാസിന്റെ പണി നടക്കുകയാണ്. വെഞ്ഞാറമൂട് ബൈപ്പാസിന്റെ പണി നടക്കുന്നത് കൊണ്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയും വരുന്ന വാഹനങ്ങളുടെ എണ്ണം കുറവാണ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. അതുകൊണ്ടാണ് ഇതിങ്ങനെ. ആ ബൈപ്പാസിന്റെ പണി അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഇപ്പൊ 1 മിനിറ്റിൽ വന്നിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ഇതിന്റെ 50-100 ഇരട്ടിയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ ജംഗ്ഷൻ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഈ ജംഗ്ഷനിൽ വലിയ വികസന പ്രവർത്തനം കൊണ്ടുവരേണ്ടി വരും. ഇവിടുന്ന് പോത്തൻകോട് നിന്ന് മംഗലപുരം വരെ 7 കിലോമീറ്റർ റോഡ് പണിഞ്ഞു. ആ 7 കിലോമീറ്റർ റോഡ് 70 കോടി രൂപ മുടക്കിയാണ് പണിഞ്ഞിരിക്കുന്നത്. നാഷണൽ ഹൈവേ 2 വരി പണിയാൻ വേണ്ടി കിലോമീറ്ററിന് 5 കോടിയേ ഉള്ളൂ. പക്ഷെ ഇത് 7 കിലോമീറ്റർ പണിയാൻ വേണ്ടിയിട്ട് 70 കോടി, 10 കോടിയാണ് കിലോമീറ്ററിന് ചെലവാക്കിയിരിക്കുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? നിങ്ങൾ വെറുതെ ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് നോക്കും. 2 സൈഡ് വാഹനങ്ങളുടെ പാർക്കിംഗ് ആണ്. പാർക്കിങ്ങിനുള്ള സൗകര്യം പോലും ചെയ്തില്ല. ഓക്കെ, അപ്പൊ ഈ റോഡ് ഞാൻ പറഞ്ഞ പോലെ വെഞ്ഞാറമൂട് ബൈപ്പാസ് കൂടി പൂർത്തിയായിട്ട് ഇത്രയും വണ്ടികൾ കൂടി വന്നിറങ്ങുന്ന സമയത്ത് ആ റോഡ് എന്ത് ചെയ്യും? ഈ പാർക്കിങ്ങുകൾ മുഴുവൻ വണ്ടി വഴിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? ശ്വാസം മുട്ടില്ലേ ഈ ജംഗ്ഷനിൽ? ലിറ്ററലി ഈ പോത്തൻകോട് നിവാസികളുടെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയില്ലേ ഇവർക്ക്? അത് മാത്രമല്ല, വലിയ വികസന മാമ്പാക്കമൊക്കെ നടത്തിയിട്ട് ഒരു മഴ പെയ്തപ്പോ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്ത സംഭവം തന്നെയാണ്. വീടുകൾക്കകത്ത് മുഴുവൻ വെള്ളം, ക്ഷേത്രങ്ങൾ മൊത്തം മുങ്ങുന്ന സാഹചര്യം. അശാസ്ത്രീയമായിട്ട് അത് പണിഞ്ഞത്. മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാടോട് കൂടിയല്ല അദ്ദേഹം ചെയ്തത്. ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള വികസനം എന്ന് കരുതിയല്ല ചെയ്തത്. പകരം തെരഞ്ഞെടുപ്പിന് മുമ്പ് തനിക്ക് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് അത് ചെയ്തത്. ദീർഘവീക്ഷണത്തോടു കൂടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ തരത്തിലല്ല അത് ചെയ്യുന്നത്. ഇപ്പൊ ഇത് വോട്ട് തട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റിക്കൽ വികസനം മാത്രമാണ് ഈ മണ്ഡലത്തിനകത്ത് അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നയം പോലെയാണല്ലേ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയത്? തീർച്ചയായിട്ടും ഇത് കണ്ണിൽ പൊടിയിടുക എന്ന് മാത്രമല്ല, മായാജാലം കാണിക്കുകയാണ്. എന്താണ് ഞാൻ വലിയ ജനങ്ങളതിനെ കുറിച്ച് പെട്ടെന്ന് ചിന്തിക്കില്ല. അവർ ചിന്തിക്കുന്നത് ആ ഒരു റോഡ് വന്നല്ലോ എന്നുള്ളതാണ്. ഈ റോഡ് എപ്പോഴാണ് വന്ന? തെരഞ്ഞെടുപ്പിന്റെ 3 മാസം മുമ്പ്. ആദ്യത്തെ 4.5 വർഷം ഇവർ കുണ്ടും കുഴിയിലും പോയ കാര്യം അവർ മറന്നു പോകുന്ന സാഹചര്യമുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ ഒരൊറ്റ ആംബുലൻസ് പോയതിന്റെ പ്രശ്നമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ? ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫ്ലൈ ഓവറും കൂടി പൂർത്തിയാകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് ദീർഘവീക്ഷണത്തോടു കൂടി അല്ലാതെ തൽക്കാലത്തേക്കുള്ള തന്റെ ഒരു നിലനിൽപ്പ് എന്നുള്ളത് കരുതി മാത്രമാണ് ഈ സാധനങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മളൊരു BJPയുടെ ഒരു MLA വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ, അല്ലെങ്കിൽ പുതിയ വികസന മാതൃകകൾ കൊണ്ടുവരുമോ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വലിയ വികസന പദ്ധതികൾ രാജ്യം മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുന്നതാണ്. ഇപ്പോ ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ മേനി നടിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ 70% അല്ലെങ്കിൽ 80% കേന്ദ്ര സർക്കാർ പദ്ധതികളാണ്. അവർ പറയുന്നത് എന്താണ്? UDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ മുടങ്ങിക്കിടന്ന ദേശീയപാത നിർമ്മാണം പൂർത്തീകരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ദേശീയപാത ആരാ നിർമ്മിക്കുന്നത്? ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ സ്ഥലം എടുക്കാൻ സ്ഥലം എടുക്കുന്നതിന്റെ 25% കാശ് കൊടുത്തു എന്നുള്ളതിനാണ് വലിയ സംഭവമായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവർക്ക് മേനി നടിക്കാൻ പോലും എന്ത് വേണം? കേന്ദ്ര സർക്കാർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും വേണം. അവർ മനസ്സിലാക്കേണ്ടുന്ന കാര്യം റോഡ് മാത്രമല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന, റെയിൽ വികസനവും അതുപോലെ നടക്കുന്നുണ്ട്. അവർക്ക് അതിനകത്ത് അവകാശപ്പെടാൻ കഴിയാത്തത് കൊണ്ട് അവിടെ പോയി അവകാശപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും കണക്ടിവിറ്റിക്ക് വലിയ പ്രാധാന്യം കേന്ദ്ര സർക്കാരും BJP നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും കാണുവാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും BJP പോകും.